UDF-നെതിരെ ആഞ്ഞടിച്ച് ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ രാജേഷ്. വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ട വാർഡ് സഭകൾ വിളിക്കാത്ത UDF കൗൺസിലർമാർ ജനദ്രോഹപരമായാണ് പ്രവർത്തിക്കുന്നതെന്നും രാജേഷ്. 39 വാർഡുകളുള്ള ഒറ്റപ്പാലം നഗരസഭയിൽ 24 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ട വാർഡ് സഭകൾ വിളിക്കാതെ UDF കൗൺസിലർമാർ പദ്ധതി മുടക്കുകയാണെന്നും രാജേഷ് ആരോപിച്ചു. ചെയർപേഴ്സൺ വാർഡ് സഭാ യോഗം ചേരുന്നതിന് വേണ്ടി രേഖാമൂലം കത്ത് നൽകി. സർക്കാർ മാനദണ്ഡ പ്രകാരം പദ്ധതി അന്തിമമാക്കി 20-ാം തീയതിയാണ് ജില്ലാ ആസൂത്രണ സമിതിയിലേക്ക് സമർപ്പിക്കേണ്ടത്. 20-ാം തീയതിക്കകം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ നടപടിക്രമങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി പദ്ധതി അന്തിമമാക്കി സമർപ്പിക്കേണ്ടതാണ്. എന്നാൽ പദ്ധതി സമർപ്പിക്കാതെ അതിന് വാർഡ് സഭകൾ ചേരാതെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തടസ്സം വരുത്തുക, മുടക്കം വരുത്തുക എന്ന സമീപനമാണ് UDF കൗൺസിലർമാർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. 31 വാർഡ് സഭകൾ പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നും UDF-ന്റെ വാർഡുകളിൽ മാത്രമാണ് വാർഡ് സഭകൾ നടക്കാത്തതെന്നും രാജേഷ് ചൂണ്ടിക്കാട്ടി. ഒറ്റപ്പാലം നഗരസഭയിലെ 2026-27 സാമ്പത്തിക വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട സർക്കാർ മാനദണ്ഡ പ്രകാരം കൗൺസിൽ യോഗം ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആസൂത്രണ സമിതി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. ആസൂത്രണ സമിതി കരട് പദ്ധതി തയ്യാറാക്കി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്ന് വാർഡ് സഭകൾ ഇപ്പോൾ നടന്നു വരികയാണ്. 31 വാർഡ് സഭകൾ ഇന്നത്തോടകം പൂർത്തിയായി കഴിഞ്ഞു. പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ള വേദി നിഷേധിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും രാജേഷ് പറഞ്ഞു. സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ചു തന്നെയാണ് ഭരണസമിതി പ്രവർത്തിക്കുന്നതെന്നും രാജേഷ് വ്യക്തമാക്കി. UDF കൗൺസിലർമാരുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു വൈസ് ചെയർമാന്റെ വിമർശനം. 31 വാർഡുകളും വാർഡ് സഭകൾ പൂർത്തിയാക്കി, 8 വാർഡുകൾ വാർഡ് സഭാ യോഗം ചേർന്നിട്ടില്ല. ഇത് ഗൗരവമായിട്ടുള്ള ഒരു വിഷയമായി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഇവരുമായി ചർച്ച നടത്തി. ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്ത, കഴിഞ്ഞകാല കൗൺസിലുകളെ നോക്കുകുത്തികളാക്കുന്ന ചില കാര്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. അടിസ്ഥാനരഹിതമായ ചില കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പദ്ധതിയെ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് പ്രത്യേകിച്ച് ജലീൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.